എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സി എൻ്റർടൈൻമെൻറ്റിനെ കുറിച്ചാണ് നമ്മളുടെ വീഡിയോ. എന്തൊക്കെയാണ് സി എൻ്റർടൈൻമെൻറ്റിൽ വരും ദിവസങ്ങളിൽ ടെക്നിക്കൽ അനാലിസിസ് വിത്ത് ചാർട്ട് ബേസ് വെച്ചിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സി എൻ്റർടൈൻമെൻറ്റിൽ നമ്മൾ ഓപ്ഷൻ സ്ട്രാറ്റജിയോ ഓപ്ഷൻ ബൈയിങ്ങോ ചെയ്യുന്നത് അത്ര നല്ലതല്ല. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഈ വീഡിയോ വരെ അവസാന ഭാഗത്ത് വിവരിക്കുന്നുണ്ട്. അപ്പൊ അവസാനം വരെ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക. നമ്മളിപ്പോ കാണുന്നതാണ് സി എൻ്റർടൈൻമെന്റിന്റെ ചാർട്ട്. ഈ ചാർട്ടിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. ഈ ചാർട്ടിൽ ആദ്യം വന്നിട്ടുള്ളത് ഇവിടെ ഒരു കൺസോളിഡേഷൻ പോയിന്റ് ഉണ്ടായിരുന്നു, കൺസോളിഡേഷൻ. അതിനുശേഷം വിത്ത് വോളിയത്തോടുകൂടി അത് ബ്രേക്ക് ഔട്ട് ചെയ്തു. ഇവിടെ ബ്രേക്ക് ഔട്ട് വോളിയത്തോട്. അതിനുശേഷം അതിന്റെ ഉള്ളിൽ കിടന്നു നാരോ റേഞ്ചിൽ കളിച്ചു കുറെ നാള്, നാരോ റേഞ്ച്. അതിനുശേഷം ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തു. ആ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് നല്ലതായിട്ട് വോളിയം ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ കണ്ട മോർ വോളിയം, നന്നായിട്ട് വോളിയം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് നമ്മ വേറൊരു കാര്യം കൂടി നോക്കിയാൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. ഈ 3 ലൈനെ ഇതാക്കിയിട്ട് ഒരു ട്രെൻഡ് ലൈൻ, 3 അല്ല 4, 1 2 3 പ്രാവശ്യം ആ ട്രെൻഡ് ലൈനെ ടച്ച് ചെയ്തു. 4ാമത്തെ അത് കയറിപ്പോയി. ഇവിടെ വോളിയം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത ശേഷം ഒന്ന് റീടെസ്റ്റ് വന്നു. റീടെസ്റ്റ് വന്നത് നമുക്ക് ഇവിടെ കാണാം. 3ാമത്തെ ക്യാൻഡിൽ വലിയൊരു ലോങ് ലെഗ്ഡ് ക്യാൻഡിലാണ് ഉള്ളത്. ലോങ് ലെഗ്ഡ് വലിയൊരു ക്യാൻഡിൽ. ഈ ക്യാൻഡിൽ ലോങ് ലെഗ്ഡ് ക്യാൻഡിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇന്നത്തെ അതായത് 18ാം തീയതി ഒരു ഗ്രീൻ ക്യാൻഡിലും കൂടി വന്നിട്ടുണ്ട്. ഇത്രയുമാണ് നമ്മൾ ഇൻട്രാഡേ ചാർട്ടില് സി എൻ്റർടൈൻമെന്റ് കാണാനുള്ളത്. ഇനി നമുക്ക് ഈ ചാർട്ടിനെ നമുക്ക് വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. അതിൽ എന്തൊക്കെ പൊസിഷൻസ് ആണ് വന്നിട്ടുള്ളത്. ഇത്രയുമാണ് ഇതിൽ നമുക്ക് വന്നിട്ടുള്ളത്. എന്തൊക്കെ നമുക്ക് ഒന്നും കൂടി നമുക്ക് പരിശോധിക്കാം മറക്കാതിരിക്കാനായിട്ട്. അപ്പൊ അവിടെ നമുക്ക് നോക്കാം. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു, ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു, ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് വന്നു. ഇവിടെ ഒരു സപ്പോർട്ട് പോയിന്റ് ആയിട്ട് ഇത് പ്രവർത്തിച്ചു. ഇവിടെ സപ്പോർട്ട് പോയിന്റ് ആയിട്ട് പ്രവർത്തിച്ചു. ഇതിനുള്ളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടി. ഇതാണ് ഇൻട്രാഡേ ടൈം ഫ്രെയിമിൽ കാണുന്ന ഡീറ്റെയിൽ. ഇപ്പൊ കാണുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സി എൻ്റർടൈൻമെന്റ് വീക്കിലി ചാർട്ടാണ്. വീക്കിലി ചാർട്ടാണ് മനോഹരമായ ഒരു ചാർട്ടാണ് വീക്കിലി. അത് നമുക്ക് നോക്കാം. നമ്മളെ ഇൻട്രാഡേയിൽ കണ്ടതിന്റെ വിഭിന്നമാണിത്. ഇൻട്രാഡേയിൽ എന്ന് വെച്ചാൽ കുറച്ച് ടൈം പീരീഡ് ഉള്ളൂ. നമുക്ക് ഒരു 6 മാസം ടൈം പീരീഡ് ഉള്ളൂ. ഇതെന്ന് വെച്ചാൽ നമുക്ക് 2 വർഷത്തെ ടൈം പീരീഡ് ആണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് നോക്കിയാൽ എന്തായിരിക്കും, നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഇവിടെ ടച്ച് ചെയ്തുകൊണ്ട് ഒരു ട്രെൻഡ് ലൈൻ വരച്ചു കഴിഞ്ഞാല് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു വിത്ത് വോളിയത്തോടു കൂടിയാണ്. വോളിയത്തോടു കൂടി ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു. ആ ട്രെൻഡ് ലൈൻ ആ ബ്രേക്ക് ചെയ്തതിന്റെ ക്യാൻഡിലിന്റെ ഉള്ളിലാണ് ഇപ്പൊ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു ഒന്ന് റീടെസ്റ്റ് വന്നു. ഇവിടെ റീടെസ്റ്റ് വന്നു, റീടെസ്റ്റ്. അതിനുശേഷം വീണ്ടും ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് ക്യാൻഡിലിന്റെ അവിടെ വന്ന് നിൽക്കുകയാണ്. അത് ഇവിടെ കാണാം. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു, ഇവിടെ ടച്ച് ചെയ്തു, പിന്നെ ട്രെൻഡ് ലൈൻ കയറിപ്പോയി, ട്രെൻഡ് ലൈനെ റീടെസ്റ്റ് ചെയ്തു. അതിനുശേഷം ഒരു നാരോ റേഞ്ചിൽ പോയിക്കൊണ്ടിരിക്കുന്നു സി എൻ്റർടൈൻമെന്റ്. ഇനി നോക്കൂ ഇവിടെ ഒരു റെസിസ്റ്റൻസ്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വര വരച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇവിടെ റെസിസ്റ്റൻസ് പോയിന്റ്, ഇവിടെ റെസിസ്റ്റൻസ് കുറച്ചു നേരം തത്തി കളിച്ച് കയറാൻ പറ്റിയില്ല. ഇവിടെ റെസിസ്റ്റൻസ് ടച്ച് ചെയ്തിട്ട് നിൽക്കൽ. ഇവിടെ റെസിസ്റ്റൻസ് ടച്ച് ചെയ്തു, ഇത്രയും താഴ്ന്നു. ഇവിടെ റെസിസ്റ്റൻസ് ടച്ച് ചെയ്തു, അത്രയും താഴ്ന്നിട്ടില്ല. ഇവിടെ റെസിസ്റ്റൻസ് ടച്ച് ചെയ്തു, വീണ്ടും താഴ്ന്നു. അപ്പൊ നമുക്ക് വരും ദിവസങ്ങളിൽ ഈ റെസിസ്റ്റൻസ് നമ്മൾ ഇൻട്രാഡേയിൽ നോക്കിയപ്പോ നമുക്ക് ലാസ്റ്റ് ടൈമിൽ നന്നായിട്ട് വോളിയം ക്രിയേറ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ വോളിയം എന്ന് ഉദ്ദേശിക്കുന്നത് ആ ബ്രേക്ക് ഔട്ട് ചാടി മുകളിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസിയോട് കൂടിയാണ് നിൽക്കുന്നത്. അതാണ് അത്രയും വോളിയം അവിടെ വന്നിട്ടുള്ളത്. അല്ലെ പിന്നെ വോളിയം വരേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് ഈ വീക്കിലി ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ഇവിടെ നിന്നാൽ ഏകദേശം 290 ക്ലോസിങ് വന്നാല് വിത്ത് വോളിയത്തോടുകൂടി വീക്കിലി അത് വരും ദിവസങ്ങളിൽ നമുക്കൊരു 375 വരെ നമുക്ക് പോവാം. 375 390 വരെ പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ 400
കടക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്തുകൊണ്ട് 400 കടക്കാൻ ബുദ്ധിമുട്ട് എന്നുള്ളത് നമുക്ക് വീണ്ടും അതിനെ കുറിച്ച് പഠിക്കാം. അപ്പൊ ഇത്രയുമാണ് ഇതുള്ളത്. ഇത് വിത്ത് വോളിയത്തോടെ വളരെ ശ്രദ്ധിക്കും, വിത്ത് വോളിയത്തോടെ. അപ്പൊ ഈ ഷെയർ നമ്മൾ ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇടാം. എല്ലാവരും ഓടിച്ചെന്ന് മേടിക്കണമെന്നല്ല, ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. എങ്ങനെയാണ് ടെക്നിക്കൽ വർക്ക് ആവുന്നു എന്ന് മനസ്സിലാവുന്നുള്ള ഒരു വീഡിയോ മാത്രമാണ്. അപ്പൊ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ട് നമ്മൾ നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പൊ ഇതാണ് ഇതിന്റെ കണ്ടീഷൻ. ബ്രേക്ക് ഔട്ട് വന്നാൽ നമുക്കൊരു അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം വീക്കിലിയും റീടെസ്റ്റ് ചെയ്ത് നിൽക്കട്, ഡെയിലിയും നമ്മൾ ഇൻട്രാഡേ ചാർട്ട് എടുക്കുമ്പോഴും റീടെസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ചാർട്ടിനെ നമുക്ക് മന്ത്ലി ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. നമ്മൾ എല്ലാം നോക്കണം എന്ന് പറഞ്ഞല്ലോ, മന്ത്ലി ടൈം. അപ്പൊ ഇതാണ് നമ്മുടെ മന്ത്ലി ടൈം ഫ്രെയിമിൽ ഇപ്പൊ നിൽക്കുന്നത്. മന്ത്ലി ടൈം ഫ്രെയിം എന്താണ്? മന്ത്ലി ടൈം ഫ്രെയിമിന്റെ ചാർട്ട് മന്ത്ലി നമുക്ക് നോക്കിയാലേ നന്നായിട്ട് താഴ്ന്നു മാർക്കറ്റ്. അതായത് 600-ൽ നിന്ന് ഏകദേശം 100 രൂപയിലേക്ക് താഴ്ന്നു. 600-ൽ നിന്ന് 100-ലേക്ക് താഴ്ന്നു. പിന്നെ ഒരു നാരോ റേഞ്ച് വന്നു. പിന്നെ അത് വലിയ കാൻഡിലോട്ട് കൂടി കയറി. പിന്നെ വീണ്ടും താഴ്ന്നു ഏകദേശം 150 റേഞ്ചിൽ, 150, 160. പിന്നെ വീണ്ടും കയറി ഇങ്ങനെ നിൽക്കുന്നു. ഓക്കെ, നമ്മൾ വ്യക്തമായിട്ട് നോക്കാൻ അറിയാം. ഇവിടെയാണ് ഒരു കൺസോളിഡേഷൻ പോയിന്റ് വന്നിട്ടുള്ളത്. അതിനുശേഷം വലിയൊരു കാൻഡിലോട്ട് കൂടി താഴ്ന്നു. ഈ പോയിന്റ് നോക്കിയാൽ ഈ പോയിന്റ് ഒരു 400 റേഞ്ച് ഉണ്ടാ. ഈ 400 റേഞ്ചിൽ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, കയറാൻ പറ്റില്ല. ഇവിടെ കുറച്ച് ആള് ഇവിടെ കണ്ട, ഇവിടെ വലിയ ലോങ് ലെഗ്ഡ് കാൻഡിൽ വന്നു. മന്ത്ലി കാൻഡിൽ ലോങ് ലെഗ്ഡ് കാൻഡിൽസ് റെഡ് വന്നു, അവിടെ കയറാൻ പറ്റില്ല. അപ്പൊ ഇനി വന്നിട്ടും ഒരു 400 വരെ അവിടെ നിൽക്കും. അത് കുറച്ച് നേരം ടൈപ്പ്, അല്ലാണ്ട് ഓടിച്ചെന്ന് 400 കയറില്ല. ഒന്ന് നിന്നിട്ട് കയറണമെന്നുണ്ടെങ്കിൽ ആ 400 ആ പൊസിഷൻ 390, 400 ആ റേഞ്ചിൽ കുറച്ച് നാൾ ട്രേഡ് ചെയ്തതിന് ശേഷം മാത്രം കയറിയാൽ മാത്രമേ വീണ്ടും ഒരു 400-ൽ മുകളിലേക്ക് അപ്സൈഡ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. പക്ഷെ നമുക്ക് ഒരു 400 വരെ ഈസി ആയിട്ട് നമ്മൾ ഈ ഇൻട്രാഡേ ടൈം ഫ്രെയിമിലും വീക്കിലി ടൈം ഫ്രെയിമിലും നമ്മൾ നോക്കിയപ്പോൾ ഒരു 400 വരെ ടാർഗറ്റ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഇതിൽ കറന്റ് പൊസിഷനിൽ. പക്ഷെ നമുക്ക് സി എന്റർടൈൻമെന്റ് വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിൽ ഒരു അപ്സൈഡ് മൂവ്മെന്റ് പ്രതീക്ഷിക്കുമെങ്കിൽ കൂടിയും നമുക്ക് ഇതൊരു ഓപ്ഷൻ ട്രേഡേഴ്സിന് ഇത് അത്ര നല്ല ഷെയർ അല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് NSE സൈറ്റിൽ പോയിട്ട് നമുക്ക് സി എന്റർടൈൻമെന്റ് നമുക്ക് അടിച്ചു കൊടുക്കാം. എന്താണ് ഇവിടെ ഉള്ളത്? അപ്പൊ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സി എന്റർടൈൻമെന്റിൽ എന്തുകൊണ്ടാണ് ഓപ്ഷൻ ട്രേഡിങ് അത്ര നല്ലതല്ല എന്ന് ഞാൻ പറയാനായിട്ട് കാരണം. അതായത് നമ്മളിപ്പോൾ കാണുന്നത് സി എന്റർടൈൻമെന്റിന്റെ NSEയിൽ കയറിയിട്ടുള്ള സി എന്റർടൈൻമെന്റിന്റെ ഓപ്ഷൻ ഡാറ്റയാണ് നമുക്ക് കാണുന്നത്. സി എന്റർടൈൻമെന്റിന്റെ ഓപ്ഷൻ ഡാറ്റ. നമുക്ക് ഈ ഡാറ്റയിൽ പരിശോധിച്ചാൽ എന്തൊക്കെ കാണുന്നുള്ളത്? ഇതില് ഓപ്പൺ ഇൻട്രസ്റ്റും വോളിയം എല്ലാതും കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇതിൽ വേണ്ട വോളിയം വളരെ കുറച്ച് വോളിയം ഉണ്ട്. 1 ലോട്ട്, അതുപോലെ 73 ലോട്ട്, 30 ലോട്ട്, 5 ലോട്ട്. അപ്പൊ ഇങ്ങനത്തെ ചെറിയ ചെറിയ ലോട്ടുകളാകുമ്പോൾ നമുക്ക് നമ്മ വിചാരിച്ച റേറ്റില് ഇത് വിറ്റ് പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതാണ് ഈ വോളിയം കുറഞ്ഞ സ്റ്റോക്കുകളിൽ, അത് വോളിയം കുറഞ്ഞ മീൻസിൽ ഓപ്ഷനിൽ പുട്ടിലും കോളിലും വോളിയം കുറഞ്ഞത്, അല്ലാണ്ട് ഇൻഡെക്സിലുള്ള ഷെയറിലുള്ള വോളിയം അല്ല ഉദ്ദേശിക്കുന്നത്. പുട്ടിലോ അല്ലെങ്കിൽ കോളിലോ ട്രേഡ് ചെയ്യുന്ന വോളിയം വളരെ കുറവുള്ളതാകുമ്പോൾ നമുക്ക് അത് വിചാരിച്ച റേറ്റ്. ഇപ്പൊ നാളെ ഇപ്പൊ ഒരാൾ കയറുന്നു വിചാരിച്ച് 290-ന്റെ കോള് ഇപ്പൊ 9 രൂപ ഇവിടെ റേറ്റ് ആണ്. ചിലപ്പോൾ 9 രൂപയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ കിട്ടിയെന്നിരിക്കും. പക്ഷെ മാർക്കറ്റ് ഒരു മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു റേറ്റിന് അത് സെല്ല് ചെയ്താൽ ആ സമയത്ത് ചിലപ്പോൾ ബയേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് സെല്ല് ചെയ്ത് വിറ്റ് പോകാനായിട്ട് അത് വളരെയധികം ബുദ്ധിമുട്ടും നമ്മൾ. അപ്പൊ നമുക്ക് കറക്റ്റ് റേറ്റിന് വിറ്റ് പോകാൻ പറ്റില്ല. അത് ചിലപ്പോ അതിനൊരു കുറച്ചൊക്കെ മാർക്കറ്റ് പെട്ടെന്ന് ഒരു ഇടിവ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ, സി എന്റർടൈൻമെന്റ് പെട്ടെന്ന് ഒരു താഴ്ച വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ ആ മാർക്കറ്റ് റേറ്റിൽ വിറ്റ് പോകേണ്ടി വരും, വിൽക്കാനിടേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ പ്രോബ്ലം ഉണ്ട് വോളി ഇല്ലാത്ത പുട്ടും കോളും ചെയ്യുമ്പോൾ. അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയുമാണ് ഈ സി എന്റർടൈൻമെന്റിൽ ഞാൻ കണ്ട കാര്യങ്ങൾ. അത് നിങ്ങളെ ഷെയർ ചെയ്തെന്ന് മാത്രം. ഇതൊരു ബൈ റെക്കമെൻഡേഷൻ അല്ല ഒരിക്കലും, അങ്ങനെ ഒരിക്കലും കളയുന്നു. എങ്ങനെയാണ് ഒരു ടെക്നിക്കൽ അനാലിസിസ് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വോളിയുള്ളതിൽ ബ്രേക്ക് ഔട്ടിന് ശേഷം മൂവ് ചെയ്യുക എന്നുള്ളത് ഒരു വീഡിയോ മാത്രമാണ് ചെയ്യുന്നത്. ഇതൊരു ബൈ റെക്കമെൻഡേഷൻ ആയിട്ട് ആരും കാണരുത്. നാളെ ഓടിച്ചെന്ന് ഇത് ഷെയർ മേടിക്കാനേ നിൽക്കരുത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ ഇത്രയുമാണ് പറയുന്നത്. അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.